കർത്താവായ ഈശോ മിശിഹായ്ക്ക് മഹത്വം. ഈ വേദിയിൽ കൃപാസന മാതാവിൻ്റെ പ്രത്യക്ഷപ്പെട്ട ഈ വേദിയിൽ വന്നിക്കാൻ എന്നെ അനുവദിച്ച മാതാവിന് ഒരുപാട് നന്ദി. ഞാൻ ഒരിക്കലും ഇതുപോലത്തെ ഒരു വേദിയിൽ നിന്നിട്ടില്ല, സംസാരിച്ചിട്ടില്ല. പക്ഷേ ഇപ്പം സാക്ഷ്യം എൻ്റെ മനസ്സിൽ നടത്തണമെന്ന് പറഞ്ഞ് മാതാവ് പറഞ്ഞുകൊണ്ട് ഞാനതിനെപ്പറ്റി മുമ്പോട്ട് പോകുന്നു. ഞാൻ 22 സെപ്റ്റംബർ 2023 ഉടമ്പടി വെച്ചതാണ് ഈ പരിശുദ്ധ ദേവാലയത്തിൽ. അപ്പം ആ 6 നിയോഗം വെച്ചതിൽ 3 നിയോഗം എനിക്ക് മാതാവ് സാധിച്ചു തന്നു. അത് ഞാൻ സംസാരിക്കുന്ന പൂർണ്ണമായിട്ട് ആത്മീയ തലത്തിലാണ്. എനിക്ക് തന്ന ഒരു നിയോഗം, മെയിൻ നിയോഗം, ഞാൻ താല്പര്യപ്പെടുന്ന നിയോഗം, എന്നെ മുറിവേൽപ്പിച്ചിട്ടുള്ളവരോട് ക്ഷമിക്കുക. അത് എനിക്ക് പറ്റാത്തൊരു ആയിരുന്നു. എൻ്റെ പഴയ രീതിയിലായിരുന്നെങ്കിൽ ഞാൻ വ്യക്തികളെ പറ്റി അവരെ പുറകെ ഇരുന്ന് സംസാരിക്കും. അത് ആർക്കും പെട്ടെന്ന് മനസ്സിലാകാത്ത രീതിയിലായിരുന്നു. പക്ഷേ കൃപാസന മാതാവിന് ഞാൻ ഉടമ്പടി വെച്ചതിന് ശേഷം, ആ ഉടമ്പടി വെക്കുന്ന സമയത്ത് ഞാൻ വെച്ച 6 നിയോഗങ്ങളും മാതാവ് എന്നോട് സംസാരിച്ച് വെച്ച നിയോഗങ്ങളാണ്. അതിൽ ക്ഷമിക്കുക എന്ന നിയോഗം മാതാവ് എന്നിൽ തന്നപ്പം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു വഴിത്തിരിവിൽ എന്നെ എത്തിക്കുമെന്ന്. ഞാൻ ക്ഷമിച്ചെന്ന് മാത്രമല്ല, സമയത്തിന് ചുരുക്കമായതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറയുകയാണ്. ഞാൻ ക്ഷമിച്ചെന്ന് മാത്രമല്ല, ഞാൻ ആ വ്യക്തികളെ ചെന്ന്, പ്രായത്തിൽ മുതിർന്നവരാണ്, ഞാൻ പറഞ്ഞ ക്ഷമിക്കാതെ മാനസികമായിട്ട് ആന്തരിക മുറിവ് വരുത്തിയവരാണ്. അപ്പം അവരോട് ഞാൻ അവർ മുമ്പിൽ ചെല്ലുമ്പം ഈ നിയോഗം, ഈ ഉടമ്പടി വെച്ചതിന് ശേഷം ആത്മാവ് എന്നിലൂടെ അവരെ സേവിക്കാനാണ് പ്രകോപിച്ചത്. അതായത് എനിക്ക് അവരോട് ദേഷ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഉടമ്പടി വെച്ചതിന് ശേഷം ഞാൻ അവിടെ ചെല്ലുമ്പം അവരെ ദൈവം എങ്ങനെ മക്കളെ നോക്കുന്നോ, അല്ലെങ്കിൽ ഞാൻ എങ്ങനെ എന്നെ പ്രായമായവരെ ബഹുമാനിക്കണോ, അവർ ചിലരൊക്കെ കിടപ്പുരോഗികളാണ്, അവരെ സേവിക്കാനുള്ളൊരു മനോഭാവം എനിക്ക് കിട്ടി. അത് മാതാവിൻ്റെ ഇടപെടൽ കൊണ്ട് മാത്രമാണ്. കാരണം എനിക്കത് സാധിക്കത്തില്ല, ഞാൻ മാനസികമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ. ആ ഇടപെടൽ കൊണ്ട് ഞാൻ ഈ വ്യക്തികളെ സേവിക്കുമ്പം, ഒരു വ്യക്തി വെൻ്റിലേറ്ററിൽ കിടക്കുമ്പം ആ വ്യക്തിയുടെ കണ്ണിലൂടെ കണ്ണീര് പോകുന്നത് ഞാൻ കണ്ടു. അപ്പം അത് ആത്മീയ തലത്തിലാണ്. അപ്പം ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല, ഞാൻ ചുരുക്കത്തിൽ പറയുകയാണ്. അങ്ങനെ ഒരു നിയോഗം മാതാവ് എനിക്ക് തിരുകുമാറിൻ്റെ കരങ്ങളിൽ നിന്ന് വാങ്ങിച്ചു തന്നിട്ടുണ്ട്. അത് ഞാൻ മനസ്സിലാക്കുന്നത്, മാതാവ് നമുക്ക് ദൈവം നിക്ഷേപിക്കുന്ന വരങ്ങളിൽ മാതാവ് ഒരു താക്കോലാണ്, അത് തുറന്നു തരാൻ. അപ്പോൾ അങ്ങനെ ആത്മാവിലൂടെ ക്ഷമിക്കാനുള്ള വ്യക്തികൾ കിട്ടി, ഒരു ഇത് കിട്ടി. പിന്നെ ഞാൻ മറ്റ് 2 നിയോഗങ്ങൾ ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല. പക്ഷേ ഇത്രയേ ഉള്ളൂ. ഞാൻ അപ്പനെ തുല്യം സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് മാനസാന്തരം വന്നു. ആ മാനസാന്തരം വന്നത് ഭയങ്കര, കാരണം പുള്ളി തിന്മയുടെ വഴിയിൽ കൂടെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. വന്നത് ഭയങ്കരമായിപ്പോയി. ഞാൻ ഈ നിയോഗം വെച്ച് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ആത്മാവ്, ആ ദൈവം പരിശുദ്ധ മാതാവ് വഴി ആ ആത്മാവിൽ ഇടപെട്ട് പുള്ളിയുടെ പഴയ രീതികളെല്ലാം ഒറ്റ ആഴ്ച കൊണ്ട് മാറ്റിക്കളഞ്ഞു. ആ ഒരു വ്യക്തിയെ കണ്ട് എൻ്റെ ഭാര്യ, അത് വേറൊരു നിയോഗമായിരുന്നു, പുള്ളിക്കാരത്തി കാറ്റീസം ടീച്ചറാണ്, അതായത് വേദപാഠ ടീച്ചറാണ്. 2018 മുതൽ കൊറോണ തുടങ്ങുന്ന മുമ്പായിട്ട് പുള്ളിക്കാരത്തിക്ക് ദൈവത്തിൽ വിശ്വാസം കുറഞ്ഞു. പള്ളിയിൽ കൊണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ ചുരുക്കം, ഞായറാഴ്ച ദിവസങ്ങളൊക്കെ ഒഴിവാക്കും. പിന്നെ കുമ്പസാരം, കൂതാശകളിലൊന്നും വിലയില്ലാതായി. ഈ മാനസാന്തരം കണ്ടോടുകൂടി ആ വ്യക്തി, അതായത് ആ വ്യക്തിയുടെ മാനസാന്തരം കണ്ടോടുകൂടി എൻ്റെ ഭാര്യ എല്ലാ ദിവസം ഒരു 3 കൊന്ത ഇങ്ങനെ ചെല്ലുന്നൊരു വ്യക്തിയായി. ഇത് മാതാവിൻ്റെ ഇടപെടലല്ലാതെ എനിക്കൊന്നും പറയാനില്ല. കാരണം പല രീതിയിൽ ഞാൻ പറഞ്ഞു നോക്കിയിട്ടും അവൾക്കൊരു വ്യത്യാസമില്ലായിരുന്നു. പക്ഷേ ഇപ്പം കൃപാസനം മാതാവ് തമ്പുരാനോട് ഇടപെട്ട് അത് സാധിച്ച് തന്നിട്ടുണ്ട്. അതിന് ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്, പക്ഷേ എനിക്ക് ചുരുക്കി പറയാനേ പറ്റത്തുള്ളൂ. ഞങ്ങൾക്ക് വൈകിട്ട് 7 മണിക്ക് പ്രാർത്ഥന തുടങ്ങും. പ്രാർത്ഥന തുടങ്ങുമ്പം മക്കളും ഞാനും ഭാര്യയും എൻ്റെ അമ്മയുണ്ട്. അവിടെ ഇരിക്കുമ്പം പല ദർശനങ്ങൾ കണ്ടിട്ടുണ്ട്. അതിൽ മെയിനായിട്ട് 2 പറയാനേ ഞാൻ ഇപ്പം സമയമുള്ളൂ.
അപ്പം അതിനകത്ത് കുടുംബ പ്രാർത്ഥന ചെല്ലുമ്പം കണ്ട ഒരു ദർശനം, നമ്മൾ മുട്ടുകുത്തി നിൽക്കുമ്പം മുകളിലോട്ട് നോക്കുമ്പം കർത്താവിൻ്റെ തിരുഹൃദയത്തിൻ്റെ രൂപമാണുള്ളത്. അവിടെ മേഘങ്ങളുടെ ഇടയ്ക്ക് എല്ലാ വിശുദ്ധരും മാതാവും ഔസേപ്പിതാവും ഈശോയും വന്ന് മേഘങ്ങളുടെ മുകളിൽ നിന്ന് നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുന്നു. മാതാവ് വഴി കിട്ടിയ ഒരു ദർശനത്തിൻ്റെ അർത്ഥം അവർ നമ്മളോടൊപ്പം പ്രാർത്ഥിക്കുന്നു. രണ്ടാമത്തത്, വീടിന് ചില സമയത്ത് വിഷമമുണ്ട്. കാരണം ഇപ്പോഴത്തെ ഒരു കൊറോണ കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം പല സ്ഥലത്തും ഈ കള്ളന്മാർ കയറി മോഷ്ടിക്കുകയും അങ്ങനത്തെ പല പ്രശ്നങ്ങളുള്ളപ്പം പല സമയത്ത് മനസ്സിലൊരു വിഷമം വന്നപ്പം ഒരു ദർശനത്തിൽ എന്നെ കാണിച്ചു. ഒരു മാലാഖ എൻ്റെ വീടിൻ്റെ വാതിലിൻ്റെ സൈഡിലുള്ള ജനലിൻ്റെ സൈഡിൽ അവിടെ നിന്ന് കാവൽ നിൽക്കുന്നു. ഇത് മാതാവ് പറഞ്ഞിട്ട് കാണിച്ചതാണ്. അതുപോലെ തന്നെ ഞാൻ കരുണയുടെ വേലകളിലോട് പോവുകയാണെങ്കിൽ എനിക്ക് ആദ്യം ഇവിടെ വന്ന് ഉടമ്പടി വെച്ച് ഈ സെപ്റ്റംബർ മാസത്തിൽ വെച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ പത്രം എങ്ങനെ കൊടുക്കും? 3 കെട്ട് പത്രമാണ് തന്നെ. അതെങ്ങനെ കൊടുക്കും? പലരും സജസ്റ്റ് ചെയ്തത് പത്രം കൊണ്ട് പള്ളിയുടെ വാതിൽക്ക് വെച്ചാൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ആദ്യത്തെ കെട്ടായിട്ട് ഇറങ്ങി ഞാൻ ദൈവത്തോട് മാതാവിനോട് പറഞ്ഞു, മാതാവ്, ഇത് ദൈവത്തിൻ്റെ തിരുക്കുർമാറിൻ്റെ മഹത്വത്തിന് വേണ്ടിയാണ്, നീ എനിക്ക് കാണിച്ചു തരണം. ഞാൻ ആദ്യത്തെ കെട്ടെടുത്ത് ഡോർ തുറന്ന് വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പം എവിടെ നിന്നാണെന്നറിയില്ല, പള്ളിയുടെ വാതൊക്കെയായിരുന്നു, എവിടെ നിന്നാണെന്ന് അറിയത്തില്ല, പലരും വന്ന് ഞാനൊന്ന് കൃപാസനത്തിൽ പോകാനിരിക്കുകയാണ്, മോനെ നിൻ്റെ എനിക്കൊരു പത്രം എന്താ. അങ്ങനെ പള്ളിയിലുള്ള പലരും പിന്നെ സന്യസ്തർ, അതായത് സിസ്റ്റർമാരും പലരും വന്ന് പത്രം വന്ന് വാങ്ങിക്കുകയും ഞാൻ ഞെട്ടിപ്പോയി. സത്യം പറഞ്ഞ് ഞെട്ടിപ്പോയി. കാരണം ഒന്നും ചെയ്യേണ്ടി വന്നില്ല. പിന്നെ പിള്ളേർ പഠിക്കുന്ന സ്കൂളിൽ ചില വ്യക്തികളോട് ഞാൻ സംസാരിക്കുമ്പം അവർ ഇങ്ങോട്ട് ചോദിച്ചിട്ടുണ്ട്. പല ക്രൈസ്തവർ ഞങ്ങളുടെ ഭവനത്തിൽ ശരാശരി ഒരു ദിവസം ഒരു 5 പേരെങ്കിലും സഹായത്തിന് വരാറുണ്ട്. അപ്പം പണ്ട് നമ്മളിങ്ങനെ 10 രൂപ 20 രൂപ കൊടുക്കുമായിരുന്നു. പക്ഷേ ഇപ്പം നമ്മൾ അവരോട്, എനിക്കറിയത്തില്ല, മാതാവിൻ്റെ ഇടപെടലാണ്. കാരണം അവർ കൂടുതലും പ്രാർത്ഥന ആവശ്യപ്പെട്ടാണ് വരുന്നത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാവുന്നുള്ളത് ഇതേ ഉള്ളൂ, മാതാവിൻ്റെ ഇടപെടലാണ്. അപ്പം ആ പ്രാർത്ഥനയിലൂടെ പലർക്കും പത്രം കൊടുക്കുകയും പല ആൾക്കാരും വന്ന് വീട്ടിൽ വന്ന രോഗികളുണ്ടൊന്ന് പ്രാർത്ഥിക്കാമെന്ന് ചോദിക്കുമ്പം മാതാവിന് ഇവിടുത്തെ കൃപാസനത്തിന് തൈലം കൊണ്ടുപോയി അവർക്ക് വേണ്ടി കൃപാസന തൈലം കൊണ്ട് കുരിശ് വരച്ച് ഒന്നുകിൽ വിശ്വാസ പ്രമാണം ചൊല്ലി, അല്ലെങ്കിൽ മാതാവ് തരുന്ന ആത്മാവ് വഴി തരുന്ന പ്രാർത്ഥന എടുത്ത് ആ രോഗിയുടെ വേദന എവിടെയുണ്ടോ ആ സ്ഥലത്ത് കുരിശ് വരച്ച് അവർക്ക് അടുത്ത ദിവസം അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം ഞാൻ കാണുമ്പോൾ, അല്ലെങ്കിൽ ചിലർ ഇങ്ങോട്ട് വിളിക്കും, എൻ്റെ മോനെ അതെവിടെ നിന്നാണ് കിട്ടുന്നത്, അതെങ്ങനെയായിരുന്നു? ഞാൻ പറഞ്ഞു മാതാവിൻ്റെ ഇടപെടലാണ്. പലരും, ഞാൻ ആരോടും ചോദിച്ചിട്ടില്ല, ആരെയും നിർബന്ധിച്ചിട്ടില്ല ഇങ്ങോട്ട് വരാൻ. പക്ഷേ പലരും ഇവിടെ വന്നിട്ടുണ്ട് എൻ്റെ അനുഭവങ്ങളിലൂടെ, അല്ലെങ്കിൽ ഞാൻ ദൈവം എന്നെ ഒരു ഉപകരണമായിട്ട് ഉപയോഗിച്ചതിന് ശേഷം. അപ്പം മാതാവിനോട് ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ അതിലേക്ക് കൂടുതൽ പോകുന്നില്ല. അപ്പം എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് കൃപാസന മാതാവിനോട് ഒരുപാട് നന്ദിയുണ്ട്. തിരുക്കുമാരൻ്റെ അടുത്തിലേക്ക് എന്നെ ചേർക്കുന്നതിന് ജോസഫ് അച്ഛനോടും എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. കാരണം ഒരു ആഴ്ചത്തെ ചൊവ്വാഴ്ച തുടങ്ങിക്കഴിഞ്ഞ് അടുത്ത ചൊവ്വാഴ്ച വരെ, അടുത്ത ചൊവ്വാഴ്ച ആകുമ്പോൾ ബാറ്ററി ഡൗൺ ആവും. അപ്പം ജോസഫ് അച്ഛൻ്റെ ആ ഒരു ധ്യാനത്തിലൂടെ, ആ ഒരു 2 മണിക്കൂറത്തെ ധ്യാനം അല്ലെങ്കിൽ 3 മണിക്കൂറത്തെ ധ്യാനത്തിലൂടെ വീണ്ടും ബാറ്ററി ചാർജ് ആവും. അതും മാതാവിൻ്റെ ഒരു വലിയ ഇടപെടലാണ്. അതുകൊണ്ട് കർത്താവായ ദൈവത്തിനും പിതാവായ ദൈവം പുത്രനും പരിശുദ്ധാത്മാവ് തന്ന സ്വർഗത്തിൻ്റെ രാജ്ഞിയും കൃപാസന മാതാവിനും ഒരുപാട് നന്ദി. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ലഭിച്ച അനുഭവത്തിൻ്റെ സാക്ഷ്യം 3 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് സാക്ഷ്യം പറഞ്ഞത്. അപ്പം അതിലുമൊക്കെ ഈ പ്രാർത്ഥനയോട് ബന്ധപ്പെട്ട ദർശനങ്ങളുടെയൊക്കെ കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഒരു വിശ്വാസ ജീവിതത്തിൽ നമ്മൾ മുന്നോട്ടെടുത്ത് വെക്കുന്ന ഓരോ ചുവടുവെപ്പിനും അതിന് തത്തുല്യമായിട്ട് ദൈവത്തിനൊരു സാന്നിധ്യം അറിയിക്കുക തന്നെ ചെയ്യുന്നുള്ളതാണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് ഒരുപാട് പേരോട് ക്ഷമിക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഉടമ്പടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൃപയുടെ മാർഗത്തെ തടസ്സപ്പെടുത്തുന്ന ഒന്ന്
നമുക്ക് ആരോടും ഒരുപക്ഷെ അത് നമ്മുടേതോ അവരുടേതായ കാരണങ്ങൾ കൊണ്ട് നമ്മൾ സ്നേഹത്തിൽ അല്ലാതിരിക്കുവാനായിട്ട് സാധ്യതയില്ല. അപ്പം വ്യക്തിപരമായിട്ട് അങ്ങനെ ഒരു സ്റ്റെപ്പ് മുന്നോട്ടെടുക്കുമ്പം അപ്പോൾ ഈശോയുടെ നാമത്തിലാണല്ലോ ഉടമ്പടി എടുത്തിട്ട് പോയെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവത്തിനോട് ഞാൻ കൊടുത്ത ഈ അൾത്താരയിൽ കയറി കൊടുത്ത വാക്കാണ്, എല്ലാ നന്മകളും ചെയ്തേക്കാം, ആരോടും വെറുപ്പും വിദ്വേഷവും ഇല്ലാതെ. അപ്പം ഈ ഒരു ഉടമ്പടിയിലൂടെ ദൈവത്തിനോട് നമ്മളൊരു കാര്യം അങ്ങോട്ട് ചെയ്തു തുടങ്ങുമ്പോൾ നമ്മുടെ ഈ യാത്രയെ ദൈവം ആശീർവദിക്കും. വേറെ പ്രത്യേകിച്ച് അങ്ങനെ മറ്റുള്ള എല്ലാ നിയോഗങ്ങളിലും ഒക്കെ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ സാധിച്ചു എന്ന് പറയുന്നു. അപ്പം ഇനിയും ഉടമ്പടി ജീവിതം മുന്നോട്ട് പോകുമ്പം പരിശുദ്ധമ്മയുടെ വലിയ സാന്നിധ്യം കൊണ്ട് ഇനിയും നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടും. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.